ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ നിങ്ങളുടെ കല്യാണ പെണ്ണിൻ്റെയോ പയ്യൻ്റെയോ ഒരു ഫോട്ടോ ആയിട്ട് സങ്കല്പിക്കുക. ആ ഫോട്ടോ കണ്ടാൽ സൗന്ദര്യമുണ്ട്, കൊള്ളാം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു നല്ല പ്രൊഫൈൽ ഉള്ളത് കൊണ്ട് മാത്രം ലിങ്ക്ഡിൻ വഴി നമുക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയാവുന്നില്ല. കാരണം റെസ്യൂമെയും ലിങ്ക്ഡിൻ പ്രൊഫൈലും ഒക്കെ മറ്റാൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് റിക്രൂട്ടേഴ്സിന് അറിയാം. ഇപ്പോൾ നമ്മളതിൻ്റെ ഇവോൾവേഴ്സിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 2000-അടുത്ത് ആളുകൾക്ക് റെസ്യൂമെ ലിങ്ക്ഡിൻ മേക്ക് ഓവർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ ക്ലയൻസിൽ തന്നെ നമ്മൾ കണ്ട ഒരു പ്രശ്നം അത് തന്നെയാണ് ഈ വീഡിയോയിലേക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളൊരു കാരണം. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടാകും, പക്ഷേ റെസ്പോൺസ് ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ 3-4 വർഷം മുമ്പൊക്കെ ചെയ്ത് കൊടുത്ത ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴും ഇന്നും ആ പ്രൊഫൈൽ അങ്ങനെ തന്നെയുണ്ട്. അതിൽ ഒരു കണക്ഷൻ പോലും ഇല്ല, ഒരു കമൻറ്റോ പോസ്റ്റോ ഒന്നുമില്ല, ഒരു എൻഗേജ്മെൻറ്റ്സും ഇല്ല. അതിങ്ങനെ ഒരു സ്ഥായി ഭാവത്തിൽ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് നമുക്കൊരു ചലഞ്ചാണ്. സോ പ്രൊഫൈൽ ആരെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എനിക്കെപ്പോഴും റിക്രൂട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നത് ഒരു കല്യാണാലോചനയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ബയോഡേറ്റ എന്നാണ് ആൾക്കാർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബയോഡേറ്റ ആക്ച്വലി കല്യാണ ബ്രോക്കർമാർക്ക് വേണ്ടൊരു സംഗതിയാണ്. നമുക്ക് റെസ്യൂമെയാണ് വേണ്ടത് ഫോർ ജോബ് പർപ്പസ്. അതുപോലെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാരൊരു പരീക്ഷ പോലെയാണ് മനസ്സിലുള്ളത്. പക്ഷേ ആൾക്കാരുടെ പെരുമാറ്റം ഒരു പെണ്ണ് കാണലിൻ്റെ സമയം പോലെ ആയിരിക്കും. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല എന്നുള്ള ലെവലിലായിരിക്കും. അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ. ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ നിങ്ങളുടെ കല്യാണ പെണ്ണിൻ്റെയോ പയ്യൻ്റെയോ ഒരു ഫോട്ടോ ആയിട്ട് സങ്കല്പിക്കുക. ആ ഫോട്ടോ കണ്ടാൽ സൗന്ദര്യമുണ്ട്, കൊള്ളാം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആളുമായിട്ട് സംസാരിച്ച് ബിഹേവ് ചെയ്ത് അവരെങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിയുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണല്ലോ. അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫോട്ടോ നോക്കുന്ന പോലെയാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ എൻഗേജ്മെൻറ്റ്സും കണക്ഷൻസും ഒക്കെ അവിടെ വാലിഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എങ്ങനെ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നു? എൻഗേജ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാവാം. ഇനി ഇനിഷ്യലി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റാൾക്കാരുടെ പോസ്റ്റുകൾ വായിക്കുക, അതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാവാം. സപ്പോസ് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ഒരു വെബ് ഡിസൈനറാണ്, ഒരു ഗ്രാഫിക് ഡിസൈനറാണെന്നൊക്കെ കരുതുക. ഈ എല്ലാ സെഗ്മെൻറ്റിലും പെട്ട ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ലിങ്ക്ഡിനിൽ ഒരുപാട് അവരെ കണക്ട് ചെയ്യുക. അവരുടെ പോസ്റ്റുകൾ, അവരുടെ പല പോസ്റ്റുകളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഗുണകരമാവുന്ന കാര്യങ്ങളായിരിക്കും. അത് വായിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തോ ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, ഇതിലൊക്കെ ഇത്തിരി ലേണിംഗ് സെൻസിൽ ഇരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഒരു ഐഡിയ റിക്രൂട്ടർക്ക് കിട്ടും. സോ അതിന് പിന്നീട് കമൻസ് ഇട്ടുകൊണ്ടാവാം, പോസ്റ്റുകളാവാം. സോ എന്ത് ഞാൻ പോസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലാവാം. ഇപ്പം നിങ്ങളൊരു കാര്യം പഠിക്കുന്നു, അത് പഠിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് സാധാരണക്കാരനെ സംബന്ധിച്ച് അത് അറിയാത്തൊരു കാര്യമാകാം. ഇപ്പം നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അലൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ അലൈൻമെൻറ്റ് വെക്കണം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ടെക്സ്റ്റ് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വിഡോ വേർഡ് എന്നുള്ള രീതിയിൽ ഒരു വാക്ക് മാത്രമായിട്ട് താഴെ വരുന്നത് പൊതുവേ ചെയ്യാൻ പാടില്ല എന്ന് കേൾക്കാറുണ്ട്. അതിനെ പറ്റി നിങ്ങൾക്കൊരു ചെറിയൊരു പോസ്റ്റ് എഴുതാം. ഇതൊക്കെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഗ്രാമറോ സ്പെല്ലിങ്ങോ ഒന്നും കൺസേൺ ഇല്ലാണ്ട് ChatGPT എഴുതിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT അത് ചെയ്തു തരും. ഗ്രാമറും സ്പെല്ലിങ്ങും കറക്ഷൻസ് ചെയ്തിട്ട് ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് പോലെ ആക്കി തരാമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ടീമിൽ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഇപ്പം ഡോഗ് വാക്കിങ്ങിന് പോകുന്നുണ്ട്, മറ്റ് വീടുകളിൽ പട്ടികളെയും കൊണ്ട് നടക്കാൻ പോകുന്നുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റുമാണ്, ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു സൈഡ് ഇൻകം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഡെഫിനറ്റ്ലി ഒരു ലിങ്ക്ഡിൻ പോസ്റ്റാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്, നമ്മുടെ നാട്ടിൽ അധികം പേര് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ളത് എന്തും ഓരോ പോസ്റ്റ് കണ്ടൻറ്റുകളാണ്. അതുപോലെ തന്നെ പോസ്റ്റുകൾക്കൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയാണ് നമ്മുടെ നമ്പർ ഓഫ് കണക്ഷൻസ്. 3, 4, 10, 15 കണക്ഷൻസിലൊന്നും ഒതുക്കാണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും നമ്മളുടെ സിമിലർ ഇൻഡസ്ട്രി, സിമിലർ ഫീൽഡിലുള്ള സിമിലർ ജോബുമായിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ നോക്കുക കൂടുതലും. ഒപ്പം സിമിലർ ഇൻഡസ്ട്രിയിൽ ഹയർ ചെയ്യുന്ന റിക്രൂട്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുക. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ആ കമ്പനീസിൻ്റെ പേജുകൾ ഉണ്ടാവും. ആ പേജുകൾ ഫോളോ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ജോബ് അലേർട്ട്സ് സെറ്റ് ചെയ്യാം. എന്ത് ടൈപ്പ് റോളിലേക്കാണ് നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള റോൾസ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരൊരു വേക്കൻസി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഇതൊക്കെ നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം. അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഫൈൽ കൊണ്ട് മാത്രം കാര്യമില്ല. വാട്ട് യു യൂസ് ദ പ്രൊഫൈൽ ഫോർ അല്ലെങ്കിൽ അക്കൗണ്ട് ഫോർ എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പലരുടെയും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ കയറി കാണുമ്പോൾ ഏറ്റവും ഒരു ശോകം ഫീൽ വരുന്നൊരു സംഗതിയാണ്,
ആക്ടിവിറ്റിയുടെ സെക്ഷനിൽ വരുമ്പോൾ കുറേ കമൻസ് മാത്രം, ഇൻട്രസ്റ്റഡ് യെസ് എന്നുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ദയവ് ചെയ്ത് ഓർക്കുക, ഒരു വേക്കൻസി ഉണ്ട്, അതിൻ്റെ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന് പറയുന്നത് 99.9% ഫേക്കാണ്. അതിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് നിങ്ങൾ തന്നെ ഇട്ട് നോക്കിക്കോളൂ, ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. സോ പേജോ പ്രൊഫൈലോ കയറി നോക്കി ക്രെഡിബിൾ ആണോ എന്ന് പരിശോധിക്കുക, അതിനുശേഷം മാത്രം അങ്ങനെയൊക്കെ ചെയ്യുക. അത് ഈ യെസ്സും ഇൻട്രസ്റ്റഡും കമൻസ് വരുന്നത് റിക്രൂട്ടേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ജോബ് നോക്കുന്നൊരു സിനാരിയോ ആണ് എന്നുള്ളൊരു നെഗറ്റീവ് സെൻസിൽ അപ്രോച്ച് ചെയ്യപ്പെടും. ഓക്കെ, സോ നല്ലൊരു പ്രൊഫൈൽ കൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെ കൃത്യമായിട്ട് നമ്മളൊരു എൻഗേജ്മെൻറ്റ്സിനും കൂടി സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നമ്മൾക്ക് വാട്സാപ്പ് ചെയ്യാം, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.